കോട്ടയം കുഞ്ഞച്ചനല്ല, ഇത് കുഞ്ഞപ്പനാണ്. കുഞ്ഞപ്പനാശാനും ശിഷ്യൻ ശശിയും പിന്നെ പിള്ളേരും ചേർന്നാൽ പരിചമൂട്ടിൽ മുട്ടാൻ വരുന്നവരുടെ കാര്യം തന്നെ പോക്ക. കലയഴകിന്റെ മാരിവിൽ വർണ്ണങ്ങളാൽ കൊല്ലത്തിന്റെ മണ്ണും മരവും നിറഞ്ഞാടുമ്പോൾ ഒരു വേദിയിൽ വേഷ്യങ്ങൾ കെട്ടിക്കൊടുക്കുന്ന ശശി എന്ന ചമയക്കാരൻ മറുഭാഗത്ത് അടവുകൾ ചുവടുകൾ പാട്ടിന്റെ താളത്തിൽ എങ്ങനെ വെക്കണമെന്ന് ശിഷ്യരോട് പറഞ്ഞു കൊടുക്കുന്ന തിരക്കിലാണ്. കഴിഞ്ഞ 40 വർഷമായി ഈ രംഗത്ത് കുലപതിയായി താൻ അപ്പനപ്പൂപ്പന്മാരുടെ ശിക്ഷണത്തിലാണ് പഠിച്ചെടുത്തതെന്ന് കുഞ്ഞപ്പൻ പറയുന്നു. പാരമ്പര്യമായിട്ട് തച്ചുകൊടുക്കുന്ന കേരളത്തിൽ എൻ്റെ ടീമിന് മാത്രമല്ല, മറ്റുള്ളവരെല്ലാം ബെർമൂട പോലെ കാഴ്ചയാണ്. ഇത് യഥാർത്ഥ പരിചമുട്ടിൻ്റെ വേഷവിധാനം ഇതാ, തറ്റ പാരമ്പര്യ തറ്റ്. ഇതുപോലെയല്ല മറ്റുള്ള ടീമുകളൊന്നും തച്ചുകൊടുക്കുന്നില്ല. കോട്ടയം മണർകാട് 40 വർഷമായിട്ട് ഈ രംഗത്തുണ്ട്. 40 വർഷമായിട്ട് എൻ്റെ ടീമിന് എല്ലാ എ ഗ്രേഡ് കിട്ടും എന്നുള്ള വിശ്വാസം എനിക്ക്. നല്ല കളിയാണ്. ഞാൻ 40 വർഷം 40 വർഷമായിട്ട് എൻ്റെ ഫാദർ ആശാനായിരുന്നു, വെല്ലുപ്പൻ ആശാനായിരുന്നു പാരമ്പര്യമായിട്ട്. ഇവിടെ എൻ്റെ കൊട്ടറ സ്കൂൾ, കൊല്ലം ജില്ലയിൽ കൊട്ടറ സ്കൂൾ ഏറ്റവും നല്ല കളി കാഴ്ചവെക്കും, അടിപൊളിയായിട്ട്. ഇപ്പം ഇവിടെ എൻ്റെ 4 ടീമുണ്ട്, 4 ടീം, മൊത്തം 4 ടീമുണ്ട്. 640 അടവ് 10 മിനിറ്റ് കൊടുത്തിട്ടുണ്ട്. പുലിമുരുകൻ സിനിമയ്ക്കകത്ത് കറക്കിയടിക്കുന്ന, വാദം പിടിച്ചിട്ട് കറക്കിയടിക്കുന്ന സ്റ്റെപ്പുണ്ട്. പരുന്ത് പറക്കുന്നുണ്ട്, ആന തുമ്പിക്കെടുത്ത് സല്യൂട്ട് അടിക്കുന്നുണ്ട്. ഇത്ര ഐറ്റം വാദം പിടിച്ചോണ്ട് ചെയ്യുന്നത്, 10 ഐറ്റം ചെയ്യുന്നു. ശശി ഞാൻ തുടങ്ങിയ കാലം മുതൽ ശശിയുണ്ട്. തട്ടിപ്പിടിക്കുന്നുണ്ട്. ആലപ്പി ശശികുമാർ. വിദേശ നാട്ടിലും ആരാധകരും ശിഷ്യരുമുണ്ട് ഈ ആശാന്. കുഞ്ഞപ്പന്റെ നിഴൽ പോലെ ചമയക്കാരൻ ശശികുമാറുമുണ്ട്. താൻ കെട്ടിയ കച്ചകെട്ട് അഴിക്കാൻ കഴിയില്ല, അതൊരു ഒന്നാം തരം കെട്ടാണെന്നാണ് ശശികുമാർ പറഞ്ഞത്. ആശാൻ തുടങ്ങിയ കാലം മുതൽ, എന്നെ വിളിച്ച കാലം മുതൽ ആശാന്റെ കൂടെ 14 ജില്ലയിൽ തച്ചുപിടിപ്പിലും മേക്കപ്പും അതേപോലെ ഉള്ള പള്ളികളിലും കോളേജുകളിലും എല്ലാം മത്സരിക്കുന്നതിന് എല്ലാം ഞാൻ പോയി തച്ചുപിടിപ്പിലും മേക്കപ്പും കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അത് അങ്ങനെ തന്നെ തുടർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കെട്ട് കെട്ടി അഴിക്കാനൊക്കെ ഒന്നുമില്ല. കത്രിയ വേണം, അല്ലെ കത്തി വേണം, അല്ലെ ബ്ലേഡ് വേണം. ഉണ്ടെങ്കിൽ മാത്രമേ ഇത് അഴിയാൻ പറ്റത്തുള്ളൂ. വെട്ട് കൊണ്ട് കടച്ച് സ്റ്റെപ്പ് തെറ്റി വെട്ട് കൊണ്ട് നിലത്ത് വീണാൽ പോലും ഈ കെട്ട് അഴിക്കണമെന്നുണ്ടെങ്കിൽ ബ്ലേഡിന് കണ്ടിക്കണം, അല്ലെ കത്രിയക്ക് പൊട്ടിക്കണം, അല്ലാതെ ഈ കെട്ട് അഴിയത്തില്ല. ജീവിതത്തിൽ ഒരുപാട് കെട്ടിയിട്ടുണ്ട്, ഒന്നും അഴിഞ്ഞിട്ടില്ല. 62ാമത് കേരള സ്കൂൾ കലോത്സവ വേദിയിൽ പയറ്റും അഭ്യാസവുമായി അരങ്ങ് തകർക്കുകയാണ് ആശാനും ശിഷ്യന്മാരും. Jangan
ചാനൽ 91.